ഷാഫി, സെയിൽസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത്? സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ നമ്മൾ ഈ 4 കാര്യങ്ങളിൽ നന്നായിട്ട് ഫോക്കസ് ചെയ്താൽ മതി. ഫസ്റ്റ് കാര്യം, അക്വയർ ന്യൂ ക്ലയൻറ്റ്സ്. പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടെത്തിക്കൊണ്ടേയിരിക്കുക. അതിൽ നമ്മൾ ഒരു മാറ്റവും വരുത്തരുത്. നമുക്ക് എത്ര ബിസിനസ് ഉണ്ടെങ്കിലും, എത്ര ലീഡ്സ് ഉണ്ടെങ്കിലും, എത്ര കച്ചവടം ഉണ്ടെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുക, നമ്മളുടെ പുതിയ ക്ലയൻസിനെ കണ്ടെത്തുന്ന കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു കോട്ടവും വരുത്തരുത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ വന്ന ക്ലയൻസിനെ റീറ്റെയിൻ ചെയ്യുക. കാരണം അവരൊരു പ്രൊഡക്റ്റോ സർവീസോ നമ്മളുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്യാനുള്ള, രണ്ടാമത് നമ്മളുടെ കയ്യിൽ നിന്ന് ആ സർവീസോ പ്രൊഡക്റ്റോ വാങ്ങിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ എപ്പോഴും കൊണ്ടെത്തിക്കുക എന്നുള്ളത്. അത് മന്ത്ലി ആവാം, ക്വാർട്ടർലി ആവാം, ഇയർലി ആവാം, എങ്ങനെയാണോ നമ്മളുടെ ബിസിനസ് മോഡൽ അതിനനുസരിച്ചിട്ട് നമ്മൾ അവരെ റീറ്റെയിൻ ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നതാണ്. ഇനി മൂന്നാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് അപ്സെല്ലിംഗ് ആൻഡ് ക്രോസ് സെല്ലിംഗ്. നമ്മളെടുത്ത് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിനോ ഒരു സർവീസിനോ വന്ന ഒരാളെ കൊണ്ട് നമ്മളെ മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ നമ്മളുടെ വേറെ അതർ സർവീസുകൾ ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, അവരെ അപ്സെൽ ചെയ്യുക, ക്രോസ് സെൽ ചെയ്യുക എന്നുള്ളതാണ്. ഇനി നാലാമത്തെ കാര്യം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മളടുത്ത് ഒരുപാട് കസ്റ്റമേഴ്സ് വന്ന സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും, നമ്മുടെ സർവീസ് എടുത്തിട്ടുണ്ടാവും. പക്ഷെ ഇന്നും അവരൊന്നും നമ്മുടെ ക്ലയന്റ് അല്ല. അവരെ നമ്മൾ റീആക്ടിവേറ്റ് ചെയ്യുക, അവരെ കോണ്ടാക്ട് ചെയ്യുക, അവരെ എന്തുകൊണ്ട് നമ്മളുടെ പ്രൊഡക്റ്റോ സർവീസോ ഇപ്പോൾ എടുക്കുന്നില്ല, അതിന്റെ റീസൺ കണ്ടെത്താം. എന്നിട്ട് അതിനനുസരിച്ചിട്ട് ഇറസിസ്റ്റബിൾ ആയിട്ടുള്ള ഓഫർ അവർക്ക് കൊടുക്കുക, അവരെ രണ്ടാമത് നമ്മുടെ ക്ലയൻസ് ആക്കാം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഈ 4 ആക്ടിവിറ്റീസ് നമ്മൾ കറക്റ്റ് നമ്മൾ എങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് നമ്മളുടെ പ്രോഫിറ്റ് മാറുന്ന കാണാൻ പറ്റും, സെയിൽസ് നമുക്ക് കൂടുന്ന കാണാൻ പറ്റും, ഒരു സസ്റ്റൈനബിൾ ആയിട്ട് ഒരു ബിസിനസ് നമുക്ക് കിട്ടുന്നുണ്ടാവും.